ലക്ഷ്മിക്കുട്ടി അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് കറുത്തെഴുത്ത് കേശവൻ നമ്പൂതിരി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സമ്പന്നനും സ്ത്രീലമ്പടനുമായ സൂര്യ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ഇന്ദുലേഖയെ വേലി കഴിപ്പിക്കാൻ ആലോചിക്കുന്നു. ഇന്ദുലേഖയും മാധവനുമായുള്ള പ്രേമബന്ധത്തിനാൽ വിദ്യാസമ്പന്നയായ ഇന്ദുലേഖ വിടനായ സൂര്യ നമ്പൂതിരിപ്പാടിനെ ആദ്യത്തെ സംഭാഷണ വേളയിൽ എങ്ങനെ ഒഴിവാക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇന്ദുലേഖയ്ക്ക് നമ്മെ ബോധിച്ചു ആവോ? കവിത വനിത ചെയ്യുക സ്വയമേവാ ഗതി വരാം എന്നാണല്ലോ പ്രമാണം. പിന്നെ ഇന്ദുലേഖയ്ക്ക് അങ്ങയെ ബോധിച്ചു എന്നുള്ളതിൽ എനിക്കാണ് മാത്രം സംശയമില്ല. അത് രണ്ടു പക്ഷമില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങുന്നാണ് നല്ലതെന്ന് തോന്നുന്നു. നേരം 4 ആയിട്ടുള്ളൂ. ഓ പോവോ ചെറുശ്ശേരി, നാം കുപ്പായം ഇട്ട് കളയാം. നേരത്തെ കുപ്പായം നമുക്ക് വളരെ ചേർച്ച തോന്നി. വെയിലത്ത് പല്ലക്കിൽ നിന്നിറങ്ങിയപ്പോൾ ബഹുപ്രഭ നിക്ക് തന്നെ തോന്നി. അതിനെന്താ സംശയം? ഭാര്യക്ക് 95 റുപ്യ വിലയുള്ള പൊന്നീരാളല്ലേ, അത് തന്നെ ഇടണം. ഇന്ദുലേഖയുടെ മാളിക ഇതോട് തൊട്ടിട്ട് തന്നെയോ? അതെ, ഈ പടിഞ്ഞാറേ വാതിൽ കൂടെ ഇറങ്ങിയാൽ ആ മാളികയാണ്. നാം കുപ്പായമൊക്കെ ഇട്ട് മാളികയിലേക്ക് എഴുന്നള്ളാം. ഞാൻ ഇന്ദുലേഖയെ ഒന്ന് അറിയിച്ചു വന്ന് കളയാം. ഞാൻ അങ്ങനെ ആവട്ടെ കർത്തേടം. എന്താണ് എഴുന്നള്ളിയത്? ഊണ് കഴിഞ്ഞു വന്നു. ഇന്ദുലേഖയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം താഴ്ത്തുണ്ട്, വരാൻ പറയട്ടെ. വന്നോട്ടെ. അദ്ദേഹം വലിയ നമ്പൂതിരിപ്പാടാണ്. ഇന്ദുലേഖയ്ക്ക് സംസാരിക്കേണ്ട മാതിരിയൊക്കെ അറിയാമല്ലോ. എനിക്ക് സംസാരിക്കേണ്ട മാതിരി അശേഷം അറിഞ്ഞുകൂടാ, ഒരക്ഷരം അറിഞ്ഞുകൂടാ. പക്ഷേ വരണ്ട, അതാണ് നല്ലത്. ഹൈ, വരണ്ടേ? ഇന്ദുലേഖയുടെ മനസ്സുപോലെ. അത് തന്നെ ഭാവിച്ചിരിക്കുന്നത്. സംസാരിക്കേണ്ട മാതിരിയൊന്നും അറിഞ്ഞുകൂടാ. ഇത്രയൊക്കെ ഇംഗ്ലീഷും മറ്റും പഠിച്ചിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? എന്നോട് മേഘനന്ദൻ സാഹിബ് കൂടി ആചാരം പറയും. നടക്കട്ടെ, എന്റെ ഭാര്യ ആയാൽ അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. ഇപ്പോൾ എങ്ങനെയെങ്കിലും പറയട്ടെ. അതെ, അങ്ങയുടെ ബുദ്ധികൾക്കും വളരെ തന്നെ. ഞാൻ നേരത്തെ വന്നപ്പോൾ താഴത്തുണ്ടായിരുന്നില്ലേ? കണ്ടതുപോലെ തോന്നി. ഞാനപ്പോൾ താഴ്ത്തില്ല. താഴത്ത് വന്നതേയില്ല. വന്നതേയില്ല. അതെന്തേ വരാഞ്ഞേ? ഒന്നും ഉണ്ടായിട്ടല്ല. നേരത്തെ പുറപ്പെടാൻ നിശ്ചയിച്ച ദിവസം സംഗതിവശാൽ തരപ്പെട്ടില്ല. ആ വിവരത്തിന് എഴുത്തയച്ചിരുന്നു. എഴുത്തു കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. കറുത്തേടം കാണിച്ചില്ല. നമ്പൂരി എന്നെ കാണിച്ചിട്ടില്ല. കറുത്തേടം മഹാവിഡ്ഢി. അന്ന് ഞാൻ പുറപ്പെടാൻ നിശ്ചയിച്ച ദിവസം ഒരു ഏലമല കരാറുകാരൻ മാക്ഷാമൻ സാഹിബ് വന്നിരുന്നു. 80,000 ഉറുപ്പികയ്ക്കാണ് മല കരാർ കൊടുത്തത്. ആ തിരക്കിനാലാണ് വരാൻ കഴിയാഞ്ഞത്.